എട്ടാം ദിവസം പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. ജലത്തിന്റെ പ്രതീകാത്മകത മാമോദീസായിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. നാം അമ്മയുടെ ഗർഭത്തിൽ സംവഹിക്കപ്പെട്ടത് ജലത്തിലാണ്. സഭയുടെ ഗർഭപാത്രമായ മാമോദീസ തൊട്ടിയിലൂടെ ദൈവിക ജീവനിലേക്കുള്ള നമ്മുടെ ജനനത്തെ ജലം സൂചിപ്പിക്കുന്നു. അഭിഷേകം അല്ലെങ്കിൽ എണ്ണ എന്ന പ്രതീകം. സാമുവേൽ പ്രവാചകൻ ഒലിവെണ്ണ സാവൂളിന് ശിരസിലൊഴിച്ച് രാജാവാക്കി അഭിഷേകം ചെയ്തത് നാം വായിക്കുന്നു. ദൈവത്തിന്റെ അഭിഷിക്തനായ ഈശോയുടെ അഭിഷേകത്തോട് ബന്ധപ്പെടുത്തി വേണം അഭിഷേകത്തെ മനസ്സിലാക്കുവാൻ. അഗ്നി. പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിലാണ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രകടമായ പ്രതീകങ്ങളിൽ ഒന്നാണ് അഗ്നി. കാറ്റ്. നിക്കോദേമോസിനോടുള്ള സംഭാഷണത്തിൽ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള ജനനത്തെയാണ് അവിടുന്ന് വിവക്ഷിച്ചത്. മേഘവും പ്രകാശവും. മോശയോടൊപ്പം സീനായി മലയിലും സമാഗമ കൂടാരത്തിലും മരുഭൂ യാത്രയിലും മേഘവും പ്രകാശവും ദൈവത്തിന്റെ പ്രത്യക്ഷീകരണ അടയാളങ്ങളായിരുന്നു. താബോറിൽ ഈശോയുടെ രൂപാന്തരീകരണ വേളയിലും സ്വർഗാരോഹണ വേളയിലും മേഘം പ്രത്യക്ഷമായി. കരം, വിരൽ. ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴിയാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത്. ഇന്നും സഭ കൂദാശകളിൽ, പ്രത്യേകിച്ച് റൂഹാക്ഷണ പ്രാർത്ഥനയിൽ ഈ അടയാളത്തെ കാത്തു സൂക്ഷിക്കുന്നു. ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് നിയമം കൽപ്പനകളിൽ എഴുതപ്പെട്ടത്. പ്രാവ്. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ ക്രൈസ്തവ ചിത്രകല പരമ്പരാഗതമായി പ്രാവിന്റെ രൂപം ഉപയോഗിക്കുന്നു. ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ ഇറങ്ങി വന്നു. നമുക്ക് ഈ പ്രതീകങ്ങളെല്ലാം മനസ്സിൽ കണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. സവിശേഷമായി അടക്കം എന്ന പുണ്യത്തിനും അത്ഭുത പ്രവർത്തന വരത്തിനും വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ജീവജലത്തിന്റെ ഉറവയായ പരിശുദ്ധാത്മാവെ, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന നീരുറവ എന്നിൽ ഒഴുക്കണമേ. അത്യുന്നതങ്ങളിൽ നിന്ന് മനുഷ്യഹൃദയങ്ങളിലേക്ക് അനർഗളം ചൊരിയപ്പെടുന്ന സ്നേഹതൈലമേ, നവമായി എന്നെ അഭിഷേകം ചെയ്യണമേ. ഓ സ്വർഗീയ അഗ്നിയെ, ദൈവസ്നേഹജ്വാല എന്നിൽ കത്തിക്കുക. പരിശുദ്ധാത്മാവെ, അഗ്നി അഭിഷേകമായി തീ കാറ്റായി എന്നിൽ വീശുക. ഇരുൾ മൂടിയ വഴികളിൽ വെളിച്ചമായി എന്നിൽ പ്രകാശിക്കുക. ഓ ജീവശ്വാസമേ, എൻ്റെ മേൽ നിശ്വസിക്കുക. എന്നിൽ ജീവൻ നിറയ്ക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമികളിൽ മേഘവിരിപ്പായി എന്നോടൊപ്പം സഞ്ചരിക്കുക. സ്വർഗീയ മഞ്ഞെ എന്നെ തണുപ്പിക്കുക. പ്രിയ പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലതുകരം എൻ്റെ മേൽ നീട്ടുക. അങ്ങയുടെ തള്ളവിരൽ കൊണ്ട് എന്നെ മുദ്ര ചെയ്യുക. അങ്ങയുടെ പരിശുദ്ധ നിയമം എൻ്റെ ഹൃദയത്തിൽ എഴുതി എന്നെ ജ്ഞാനിയാക്കുക. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി എന്നിൽ അവിടുന്ന് കുടിയിരിക്കണമേ. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധാത്മാവെ, എന്നിൽ വന്നു നിറയണമേ.